സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. പ്രിയപ്പെട്ടവരെ, നാം ദൈവശുശ്രൂഷകരായിരിക്കെ നാം യേശുവിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്നത് കൊണ്ട്, യേശു പറയുന്നത് സംസാരിക്കുന്നത് കൊണ്ട്, നാം കടന്നു ചെല്ലുന്ന സകല സ്ഥലത്തും നാം പറയുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: യേശുവേ, അവിടുന്ന് ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ പറയണം, എന്നാൽ നീ ആഗ്രഹിക്കാത്ത ഒരൊറ്റ വാക്ക് പോലും ഞാൻ പറയരുത്. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് പ്രാർത്ഥിച്ച് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ട് ധൈര്യമുണ്ട്. ഒന്ന്, നിങ്ങൾക്കൊരു ധൈര്യമുണ്ട്. എന്ത്? അവിടുന്ന് തരുന്നത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഹല്ലേലൂയ. രണ്ട്, ജനം അങ്ങനെ പ്രാർത്ഥിക്കും. മറ്റൊരു ഗുണവും കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ജനം നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾ പറയുന്ന എല്ലാ കാര്യത്തിനും ആരാണ് ഉത്തരവാദി? യേശുവും പരിശുദ്ധാത്മാവാണ് ഉത്തരവാദി. അതിലുപരി പ്രാർത്ഥിച്ച് നമ്മളും ഉത്തരവാദികളാണ്. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സമയം നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പ്രോഗ്രാമിന് നിങ്ങൾ വന്ന് കയറിയപ്പോൾ, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞ സമയത്തൊക്കെ നിങ്ങൾ ഈ ബ്രോഷർ വായിച്ചപ്പം അതിലൊരു പേര് കണ്ടു: ഹണ്ടേഴ്സ് കോൺഫറൻസ്. ഹല്ലേലൂയ. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ പെട്ടെന്നൊരു അസ്വസ്ഥതയായി, ഹണ്ടേഴ്സ് കോൺഫറൻസ് എന്നൊക്കെ ഒരു കോൺഫറൻസിന് പേരിടാമോ? ഹല്ലേലൂയ. ഒന്നുമെങ്കിലും നമ്മൾ ആത്മീയമായ കാര്യങ്ങളിൽ ഇടപെടുന്നവരല്ലേ? ഹല്ലേലൂയ. സ്നേഹത്തോടെ പറയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പേര് വരുവാൻ ഒരു കാരണമുണ്ട്. ഒന്ന്, നിങ്ങൾ ഇതിനു മുമ്പ് കേട്ട വചനം തന്നെയാണ്. ജെറമ്യായുടെ പുസ്തകം 16-ാം അധ്യായം 16-ാം വാക്യം. വചനം ഇങ്ങനെ പറഞ്ഞു. എന്താണ്? ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും, അവർ എനിക്കായി അനേകം ശേഖരിക്കും. എന്നാൽ തുടർന്ന് ഞാൻ ചില നായാട്ടുകാരെ വരുത്തും. ഹല്ലേലൂയ. അവർ പർവ്വതങ്ങളിലും മലയിടുക്കുകളിലും കയറി ശേഷിച്ചവരെ കൂടി ശേഖരിക്കും. ഹല്ലേലൂയ. സ്നേഹത്തോടെ പറയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ ബ്രോഷർ കണ്ട സമയത്ത് ചില ആൾക്കാർ ചോദിച്ചു, അതിന്മേലൊരു അമ്പും വില്ലുമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് അച്ഛൻ പാട്ട് പാടിയോ പറഞ്ഞു. എന്താണ്? നിങ്ങൾ അമ്പെടുത്ത് അമ്പും കുന്തവും ഒക്കെ എടുത്ത് ഇറങ്ങാൻ പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനികളായ നമ്മൾ അമ്പും വില്ലും എടുത്ത് ഇറങ്ങുന്നത് ശരിയാണോ? ഹല്ലേലൂയ. ഉറപ്പ് പറയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ അമ്പും വില്ലും വരാനും ഒരു കാരണമുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ഒരു ദർശനത്തിൽ പറഞ്ഞൊരു കാര്യം, 1-2 സ്ഥലത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അതായത് ഒരു വലിയ അമ്പ്, ഒരു അഗ്നി സ്തംഭം പോലെ ഒരു അമ്പ് ഇതാ കടന്നു പോകുന്നതായി ഞാൻ കാണുന്നു. ഹല്ലേലൂയ. അന്ധകാരത്തിൻ്റെ നടുവിലേക്ക് കത്തുന്ന ഒരു അമ്പ് കടന്നു പോകുന്നതായി ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഇത് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിച്ചു, കർത്താവേ, ബൈബിളിൽ എവിടെയെങ്കിലും അമ്പും വില്ലും ഉണ്ടോ? ഹല്ലേലൂയ. ഒരു പക്ഷേ യുദ്ധം ചെയ്തവരൊക്കെ എടുത്തിട്ടുണ്ടാവും, എന്നാലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 2 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 14-ാം വാക്യം. ഈ വചനമാണ് നമ്മൾ ഈ സമയത്ത് എടുക്കുക പ്രധാനമായി. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ പ്രത്യേകതയോട് പറഞ്ഞിട്ട് നമുക്ക് വചനത്തിലേക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, അനേക നാളുകളായി നാം പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഹീലിംഗ് ഹാൻഡ്സിന് നമ്മൾ പ്രാർത്ഥിച്ചു, കർത്താവേ, ആത്മാക്കളെ തരിക. ഹല്ലേലൂയ.
നമ്മൾ കരച്ചിലും നിലവിളിയും നമ്മൾ നിർത്തിയിട്ടില്ല. ഇന്നും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ എന്ത് വേണം? ആത്മാക്കളെ വേണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിലവിളിയോടെ പ്രാർത്ഥിക്കുന്ന അനേക മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഇന്ന് നമുക്കുണ്ട്. ഹല്ലേലൂയ. അനേക പ്രവർത്തകരുണ്ട്. ഹല്ലേലൂയ. പവർ ഇവാഞ്ചലൈസേഷൻ കടന്നു പോയാൽ നിങ്ങളെല്ലാവരും ഇത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിതാവേ ആത്മാക്കളെ തരിക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കരച്ചിൽ ദൈവം കാണാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അനേക നാളുകളായി ദൈവം കാണുന്നു. എന്താണ്? ഈ കരച്ചിൽ ദൈവം കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതിനൊരു മറുപടിയായിട്ടാണ് കർത്താവ് ഈ കോൺഫറൻസ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. എന്താണ് മറുപടി? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം നമുക്ക് വായിക്കാം. 13-ാം അധ്യായം 14-ാം വാക്യം. എലീഷ രോഗഗ്രസ്തനായി മരണത്തോടടുത്തു. ഇസ്രായേൽ രാജാവായ യഹോവാഷ് അവൻ്റെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ രഥങ്ങളും സാരഥികളും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സമയം നമ്മൾ ഇസ്രായേൽ രാജാവായ യഹോവാഷിനെ കുറിച്ച് അറിയണം. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിൻ്റെ രാജ്യത്വം മങ്ങി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് യഹോവാഷ് രാജാവ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ യഹോവാഷ് രാജാവിന് എതിരെ വരുന്ന സിറിയൻ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യാനുള്ള ധൈര്യമോ ആൾബലമോ പ്രാപ്യമോ ഇല്ല. ഹല്ലേലൂയ. ഉറപ്പ് പറയാമോ? ഹല്ലേലൂയ. ഇതാർക്കറിയാം? യഹോവാഷ് രാജാവിനറിയാം. ഹല്ലേലൂയ. യഹോവാഷ് രാജാവ് പേടിയായി, വിറയലായി, ഭയപ്പെടുന്ന അവസ്ഥയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. മുമ്പോട്ടിറങ്ങി എന്ത് ചെയ്യണമെന്നറിയില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളും കേൾക്കുകയാണ് വിവിധ തരത്തിലുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ രാജ്യത്തും ചുറ്റുവട്ടത്തും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അനേക സ്ഥലത്ത് പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ ഇസ്രായേൽ രാജാവ് യഹോവാഷും ഒരു കാര്യം മനസ്സിലായി. എനിക്ക് തന്നെ പറ്റാത്ത അവസ്ഥയെത്തി. ഹല്ലേലൂയ. എനിക്ക് തന്നെ കഴിയാത്ത അവസ്ഥയെത്തി. യഹോവാഷ് രാജാവ് കരഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ യഹോവാഷ് രാജാവിനറിയാം അന്ന് എലീഷ എന്ന പ്രവാചകൻ മരണത്തോടടുത്ത് രോഗക്കിടക്കയിലാണ്. പ്രിയപ്പെട്ട ആ കാലഘട്ടത്തിൽ രാജാവിന് ഒരു സംശയമുണ്ടായാൽ ദൈവശബ്ദം കേൾക്കണമെങ്കിൽ അവൻ പ്രവാചകൻ്റെ അരികിലേക്ക് പോകും. ഈ യഹോവാഷ് രാജാവ് ഉടനെ എന്ത് ചെയ്തു? അവൻ ഓടി എലീഷയുടെ അരികിലേക്ക്. എന്നാൽ രോഗഗ്രസ്തനായിരിക്കുന്ന എലീഷ ഒന്ന് ഉണരണം. ഹല്ലേലൂയ. അവനൊന്ന് ഉണരണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എലീഷയെ ഉണർത്തുവാനുള്ള ഏറ്റവും വലിയ അടയാളം യഹോവാഷ് രാജാവിനറിയാം. അവൻ ഇങ്ങനെ പറഞ്ഞു, പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ രഥങ്ങളും സാരഥികളും. ഹല്ലേലൂയ. കാരണം എലീഷ പ്രവാചകൻ ഇസ്രായേലിൻ്റെ രഥങ്ങളെയും സാരഥികളെയും ആഗ്നേയ രഥം ഇറങ്ങി വന്ന് ഏലിയ പ്രവാചകനെ എടുക്കുന്നത് നേരിട്ട് നോക്കിക്കണ്ടവനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പ്രവാചകനെ ഉണർത്തുവാനുള്ള ഏറ്റവും വലിയ ഐഡിയ ഇതാണെന്ന് മനസ്സിലാക്കിയ രാജപിതാവ് പറഞ്ഞു, ഇതാ ഇസ്രായേലിൻ്റെ രഥങ്ങളും സാരഥികളും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കരഞ്ഞുകൊണ്ട് വന്ന യഹോവാഷ് രാജാവിനോട് എലീഷ ഇത് പറഞ്ഞില്ല, നീ കരച്ചിൽ നിർത്ത്. ഹല്ലേലൂയ. ഓൻ പറഞ്ഞില്ല. ഹല്ലേലൂയ. നീ ഒരു കാര്യം ചെയ്യുക, നീ മുഖം കഴുകി ഫ്രഷായിട്ട് പോവാ. ഓൻ പറഞ്ഞില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിലവിളിക്കുന്ന യഹോവാഷ് രാജാവിനെ നോക്കിക്കൊണ്ട് എലീഷ ഇങ്ങനെ പറഞ്ഞു, അമ്പും വില്ലും എടുക്കുക. എലീഷ തുടർന്നു, വില്ല് കുലയ്ക്കുക. അവൻ വില്ല് കുലച്ചു. രാജാവിൻ്റെ കൈകളിന്മേൽ കൈകൾ വെച്ചുകൊണ്ട് എലീഷ പറഞ്ഞു, കിഴക്കോട്ടുള്ള കിളിവാതിൽ തുറക്കുക. അവൻ തുറന്നു. എലീഷ പറഞ്ഞു, എയ്യുക. അവൻ എയ്തു. അപ്പോൾ എലീഷ പറഞ്ഞു, കർത്താവിൻ്റെ വിജയാസ്ത്രം, സിറിയക്കെതിരെയുള്ള വിജയാസ്ത്രം. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. സ്നേഹത്തോടെ പറയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അന്ധകാരം മേൽക്കോയ്മ നടത്തുന്നത് കാണുമ്പോൾ, ജനത്തിന് മേൽ മേൽക്കോയ്മ നടത്തുന്നത് കണ്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ശുശ്രൂഷകരായ നമ്മളോട് ഇന്ന് ദൈവം പറയുന്നത് ഇതാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇനിയും കരച്ചിലിൻ്റെയും നിലവിളിയുടെയും കാലം കഴിഞ്ഞു. ഹല്ലേലൂയ. ഇനിയും ഏറെ നിലവിളിക്കുന്നതിന് പകരം നീ എന്ത് ചെയ്യണം? പ്രിയപ്പെട്ടവരെ, ഇത് ഒരു ആക്ഷൻ എടുക്കേണ്ട സമയമാണ്. പ്രിയപ്പെട്ടവരെ, നിന്റെ ദേശത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തെ ഓർത്ത് നിലവിളിക്കുക മാത്രമല്ല, ആ ജനത്തെ നേടുവാൻ വേണ്ടി നീ ഇറങ്ങി പുറപ്പെടേണ്ട സമയം അതിക്രമിച്ചു. You should take your bow and arrow and shoot. പ്രിയപ്പെട്ടവരെ, അന്ധകാരത്തിൻ്റെ ആധിപത്യം വ്യാപരിച്ചിരിക്കുന്ന ദേശത്ത് അതിനെ വിടുവിക്കുവാൻ, അവിടേക്ക് പ്രകാശമായി കടന്നു ചെല്ലുവാൻ, പ്രകാശമായവൻ നിറഞ്ഞു നിൽക്കുന്ന നാം ഓരോരുത്തരും ഇറങ്ങി പുറപ്പെടണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിനായി നമ്മളൊരു ആക്ഷൻ എടുക്കണം. ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് ഇനി പുതിയതെന്ത് തരും എന്ന് നോക്കി നിൽക്കാതെ, പുതിയ കൃപാവരം എന്ത് കിട്ടും എന്ന് നോക്കി നിൽക്കാതെ, പുതിയ 2 ക്യാരിസും കൂടെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ, പ്രിയപ്പെട്ടവരെ, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങളുമായി നീ ഇറങ്ങി പുറപ്പെടണം. പ്രിയപ്പെട്ടവരെ, അനേക ശുശ്രൂഷകർക്കിടയിൽ ശുശ്രൂഷ ചെയ്യാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് അനേക ശുശ്രൂഷകരുമായിട്ട് ഇടുന്ന സമയത്ത് പലരോടും ഞാൻ പറഞ്ഞു, സഹോദര നമുക്ക് ഇറങ്ങണ്ടേ. ഹല്ലേലൂയ. അപ്പോൾ അവർ പറഞ്ഞു, ബ്രദറെ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്ത് ചെയ്യാണ്? ഒരുങ്ങിക്കൊണ്ടിരിക്കുക. 2014 പ്രിയപ്പെട്ടവരെ, പവർ ഇവാഞ്ചലൈസേഷൻ കൂടി പോയ ആൾക്കാർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. 15 നമ്മൾ ഹീലിംഗ് ഹാൻഡ്സ് നടത്തി, അപ്പോഴും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ അനേകർ ഉണർന്നു. ഹല്ലേലൂയ. എന്നാൽ ചിലർ ഇപ്പോഴും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. 2016 പ്രിയപ്പെട്ടവരെ വീണ്ടും അന്വേഷിക്കുമ്പോൾ പലരും വീണ്ടും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇംഗ്ലീഷിലൊരു ഫ്രേസ് ഞാൻ കേട്ടിട്ടുണ്ട്, പാരാലിസിസ് ഓഫ് അനാലിസിസ്. കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. അതോ അനാലിസിസ് ഓഫ് പാരാലിസിസ് എന്നാണോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. മിഷന് പോകാൻ വേണ്ടി ആൾക്കാരെ വിളിക്കുമ്പോൾ, സഹോദരനെ വിളിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. വി ആർ ഗെറ്റിംഗ് റെഡി. പ്രിയപ്പെട്ടവരെ, എല്ലാം പഠിച്ച് പൂർത്തിയായി, ഒരുങ്ങി പൂർത്തിയായി കഴിയുമ്പം ഒരു പാട്ട് കേൾക്കും. എന്താണ്? മങ്ങിയ അന്തി വെളിച്ചത്തിൽ ചേന്തി പോലെ മല. ഹല്ലേലൂയ. പിന്നെ മിഷൻ പ്രവർത്തനം എവിടെയായി? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 8-ാം വാക്യം വചനം ഇങ്ങനെ പറയുന്നു, മാനസാന്തരത്തിന് അനുയോജ്യമായ ഫലം പുറപ്പെടുവിക്കുന്നവർ ആകും. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും കാണുന്നു, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1-ാം വാക്യം. വാക്യമോ? ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയും, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടി ഒരുക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, അത്തിവൃക്ഷത്തെക്കുറിച്ച് യേശു ഒരു ഉപമ പറഞ്ഞു. ഹല്ലേലൂയ. ഒരു യജമാനൻ അത്തിവൃക്ഷം നട്ടുവെച്ചിട്ട് കൃഷിക്കാരനെ അറിയിപ്പിച്ചു. അവൻ ഫലം ഉണ്ടോ എന്നറിയുവാനായി വന്നു. ഹല്ലേലൂയ. അപ്പോൾ അതിൽ ഫലം കണ്ടില്ല. ഉടനെ അവൻ എന്ത് പറഞ്ഞു? അത് വെട്ടിക്കളയുക. കൃഷിക്കാരൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞു, യജമാനനെ 1 വർഷം കൂടെ നിൽക്കട്ടെ, ഒരു പക്ഷേ അത് ഫലം ഇല്ലെങ്കിൽ നമുക്കത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരുടെയും അരികെ കർത്താവ് ഫലം അന്വേഷിച്ച് വരുന്നുണ്ട്. എന്നാൽ വീണ്ടും 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 കർത്താവ് വെയിറ്റ് ചെയ്യുക. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. കർത്താവ് വിചാരിക്കും ഇനിയെങ്കിലും പുറപ്പെടുവിക്കായിരിക്കും. പ്രിയപ്പെട്ടവരെ, എന്താണ് മാനസാന്തരത്തിന് അനുയോജ്യമായ ഫലം? നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മളൊരു സമരിയാക്കാരിയായ സ്ത്രീയെ കാണുന്നു. പ്രിയപ്പെട്ടവരെ, അവളുടെ അരികിൽ യേശു ചെന്നു. യേശു അവളോട് ചോദിച്ചു, എനിക്ക് കുറച്ച് വെള്ളം തരിക. ഹല്ലേലൂയ. തുടർന്നുള്ള സ്റ്റോറി നിങ്ങൾക്കറിയാം. പ്രിയപ്പെട്ടവരെ, അവസാനം എന്തായി? യേശു അവളുടെ ഹൃദയ രഹസ്യം വെളിപ്പെടുത്തി. അതൊരടയാളമാണ്. എന്തിനു വേണ്ടിയാണ്? അവളെ അനുതാപത്തിലേക്ക് നയിക്കുവാനുള്ള ഒരടയാളം. ഹല്ലേലൂയ. അവളെ അനുതാപത്തിലേക്ക് നയിക്കുവാനായി ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു. യേശു പറഞ്ഞു, നിനക്ക് 5 ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ളതും നിൻ്റെ ഭർത്താവ് അല്ല. ഹല്ലേലൂയ. എന്നാൽ മാനസാന്തരമുണ്ടായ അവൾ എന്ത് സംഭവിച്ചു? വീണ്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, അവൾ എന്ത് ചെയ്തു? അവൾ കുടം അവിടെ വെച്ചിട്ട് നഗരത്തിലേക്ക് പോയി പട്ടണത്തിലുള്ള സകലരോടും പറഞ്ഞു, ഇതാ എന്നെക്കുറിച്ച് എൻ്റെ കാര്യം മുഴുവൻ പറഞ്ഞ ഒരുവനുണ്ട്, നിങ്ങളൊന്ന് വന്ന് കാണുക, ഇവനെങ്ങാനുമാണോ വരാനിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവരെല്ലാവരും വന്ന് കണ്ടു. കണ്ടതിന് ശേഷം അവരൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞേ? ഇനി നീ പറഞ്ഞതുകൊണ്ടല്ല, മറിച്ച് ഞങ്ങൾ നേരിട്ട് കണ്ട് വിശ്വസിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് വരുമ്പോഴാണ് നമ്മൾ ശുശ്രൂഷകർക്ക് പലർക്കും ഒരു വിഷമം. ഹല്ലേലൂയ. ഓരോ പറയാമോ? ഹല്ലേലൂയ. സ്നേഹത്തോടെ പറയാമോ? ഹല്ലേലൂയ. മനസ്സിലായവർ പറയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എല്ലാ കാലവും നമ്മുടെ വിചാരം ഈ നമ്മുടെ കൂട്ടത്തിൽ വന്ന് ചിലരെ നമ്മൾ കാണിച്ചു കൊടുത്താൽ പിന്നെ എന്ത് ചെയ്യണം? അവൻ എല്ലാ കാലവും നമ്മുടെ കൂടെ നിൽക്കണം. ഹല്ലേലൂയ.
ഞാൻ കാണിച്ചു കൊടുക്കുന്നതല്ലാതെ ഒന്നും അവൻ കാണാനും. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ ഹല്ലേലൂയ? സ്നേഹത്തോടെ പറയാമോ ഹല്ലേലൂയ? പ്രിയപ്പെട്ടവരെ, ഒരു മാറ്റം ആവശ്യമായി വന്നിരിക്കുന്നു. ഒരു തീരുമാനം എടുക്കേണ്ട സമയമായിരിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ ബൈബിൾ കടന്നു പോകുമ്പോൾ പത്രോസിന് മാനസാന്തരം സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, പത്രോസിന് മാനസാന്തരം സംഭവിച്ചപ്പോൾ യേശു പറഞ്ഞു, എന്താ പറഞ്ഞത്? നീ ഇപ്പോൾ മുതൽ ആരായി മാറും? മനുഷ്യനെ പിടിക്കുന്നവനായി മാറും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ശുശ്രൂഷയിലേക്ക് വരുന്നതിന് മുമ്പ് സെയിൽസ് ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഹല്ലേലൂയ. വിവിധ കമ്പനിയിൽ വർക്ക് ചെയ്തെങ്കിലും വർക്ക് ചെയ്തത് മുഴുവൻ സെയിൽസ് ഫീൽഡിലാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ട് ഒരു മാസം. ഹല്ലേലൂയ. ഇവിടെ പറയാമോ ഹല്ലേലൂയ? ഒരു ടാർഗറ്റ് ഉണ്ട്. നിനക്ക് മിനിമം നിനക്ക് ജോലിയിൽ നിലനിൽക്കണമെങ്കിൽ നീ ഒരു മിനിമം നമ്പർ അച്ചീവ് ചെയ്യണം. ഹല്ലേലൂയ. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ പേന വിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങളൊരു മാസം 1000 പേന വിൽക്കാനാണ് നിങ്ങൾക്ക് ടാർഗറ്റ് ഉള്ളതെങ്കിൽ ഒരു മാസം 1000 പേന വിറ്റാൽ മാത്രമാണ് നിങ്ങൾക്ക് ജോലിയിൽ തുടരാൻ കഴിയുക ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. കാരണം 1000 പേന നീ വിൽക്കുന്നില്ലെങ്കിൽ നീ ഒരു അൺപ്രൊഡക്റ്റീവ് പേഴ്സണാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം നിന്നെക്കുറിച്ച് കമ്പനിക്ക് നഷ്ടമാണ്. നിനക്ക് ശമ്പളം തന്ന് പോറ്റുന്നത് കമ്പനിക്ക് നഷ്ടമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ അപ്പം സെയിൽസിൽ വർക്ക് ചെയ്യുന്നവർക്കൊരു ടാർഗറ്റ് ഉണ്ട്. ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സെയിൽസ് ബാക്ക്ഗ്രൗണ്ടൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ശുശ്രൂഷയിൽ വന്നത്. അതുകൊണ്ടായിരിക്കണം കർത്താവ് ഈ ഭാഷ ഉപയോഗിക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ഒരിക്കൽ ചോദിച്ചു, വാട്ട് ഈസ് യുവർ ടാർഗറ്റ് ഓഫ് സോൾസ് ഫോർ മീ? എത്ര എണ്ണത്തിനെ നേടാമെന്നാണ് നീ കരുതുന്നത്? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നവൻ ഒരു ടാർഗറ്റ് വെച്ച് വർക്ക് ചെയ്യണം. ഹല്ലേലൂയ. ഇറ്റ്സ് നോട്ട് ലേസി ബിസിനസ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആത്മാക്കളെ നേടുവാനായി വിളിക്കപ്പെട്ട നാം ആത്മാക്കളെ നേടുമ്പോൾ മാത്രമാണ് സ്വർഗരാജ്യത്തിന് നമ്മളെക്കുറിച്ച് പ്രയോജനമുണ്ടാവുക. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ ഹല്ലേലൂയ? പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ അനേകരും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ അനേകം ആത്മാക്കളെ നേടിയവരാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ ഹല്ലേലൂയ? നിങ്ങളെല്ലാവരും അനേകം ആത്മാക്കളെ നേടിയവരാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലോ അല്ലെങ്കിൽ അട്ടപ്പാടിയിലോ എവിടെയെങ്കിലുമൊക്കെ കൺവെൻഷൻ കൂടി 10, 15, 20 വർഷങ്ങൾക്ക് മുമ്പ്, 25 വർഷങ്ങൾക്ക് മുമ്പ് മാനസാന്തര അനുഭവത്തിലേക്ക് വന്നവരാണ്. ഹല്ലേലൂയ. ആ കാലഘട്ടത്തിൽ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് അനേകരെ കൂട്ടിക്കൊണ്ടുപോയവരാണ്. ഹല്ലേലൂയ. അനേകരെ നേടിയവരാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ മാസം എത്ര നേടി? അതെ, നിങ്ങൾ നല്ല പ്രവർത്തകരായിരുന്നു, നീ ഒരു നല്ല ജോലിക്കാരനായിരുന്നു, കർത്താവിന് വേണ്ടി അനേകം ആത്മാക്കളെ നേടിയവനാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഇന്നിവിടെ വന്നിരിക്കുവാനെങ്കിലും നമുക്ക് ഒരു അനുവാദം ദൈവം തന്നത്. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ ഹല്ലേലൂയ? എന്നാൽ പ്രിയപ്പെട്ടവരെ, മാസാമാസം ശമ്പളം മേടിക്കുന്ന ജോലിക്കാരൻ മാസാമാസം റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ മാസം 1000 പേന വിറ്റു, അതിനുള്ള ശമ്പളം ഞാൻ കഴിഞ്ഞ മാസം തന്നെ മേടിച്ചു. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം ഞാൻ 10,000 വിറ്റു, കഴിഞ്ഞ വർഷം വരെ കമ്പനി എനിക്ക് നന്നായി ശമ്പളവും തന്നു. കുറച്ച് കൂടുതൽ വിറ്റെങ്കിൽ ചില ബോണസോ അലവൻസോ ഒക്കെ തന്നു. ഹല്ലേലൂയ. എന്നാൽ കഴിഞ്ഞ പിന്നത്തെ 3 മാസമായി ഞാൻ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഭൂമിയിലെ എൻ്റെ മാനേജർ എന്ന് വെച്ചാൽ എൻ്റെ ജോലിയിലുള്ള എൻ്റെ മാനേജർ എന്നെ വിളിച്ചിട്ടൊരു ഫയർ വർക്ക് നടത്തും. ഞാൻ സാധാരണ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഞാൻ മാനേജറായിരിക്കുന്ന സമയത്ത് ഞാൻ സെയിൽസ് എക്സിക്യൂട്ടീവിനെ സാധാരണ പറയുന്നത്, മാനേജർ ചായ കുടിക്കാൻ വിളിച്ചാൽ പ്രശ്നമാണ്. ഹല്ലേലൂയ. സാധാരണ അങ്ങനെയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ ടാർഗറ്റൊന്നും പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്നത് അവനെയും കൂട്ടി ഒന്ന് ചായ കുടിക്കാൻ പോകും. ഹല്ലേലൂയ. കാരണം ഇവനെ ഇനിയും നിലനിർത്തിക്കൊണ്ട് നിൽക്കാൻ എനിക്ക് യാതൊരു സാധ്യതയും ഇല്ല, കമ്പനിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ഇവനോട് നീ ഇനി ജോലി നിർത്തിക്കുമെന്ന് പറയുമ്പോൾ അവനൊരു വിഷമം ഉണ്ടാവും. ഹല്ലേലൂയ. അപ്പോൾ ആ വിഷമം മാറ്റാനാണ് ചായ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അപ്പോൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, ഒരു ചായ കുടിച്ച് സ്നേഹത്തോടെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയും, സഹോദര നിങ്ങൾ കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മൾ റിസൾട്ട് നോക്കുമ്പം നിങ്ങളുടെ റിസൾട്ട് നോക്കുമ്പോൾ വളരെ മോശമാണ്. ഹല്ലേലൂയ. അപ്പോൾ അത് നിങ്ങളുടെ കുഴപ്പമല്ല, എനിക്കറിയാം. എന്നിരുന്നാലും നിങ്ങളുടെ കുഴപ്പം കൊണ്ടൊന്നും ആയിരിക്കില്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാത്തത്. പക്ഷേ എന്നാലും സഹോദര, കമ്പനിയിൽ മുമ്പോട്ട് പോകാനായിട്ട് ആരും സമ്മതിക്കത്തില്ല, ഇതിൻ്റെ ഉടമ സമ്മതിക്കുന്നില്ല. അല്ലാതെ എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനിതെല്ലാം നിങ്ങളോട് പറയുന്നത് എനിക്ക് നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണെന്ന് കരുതരുത്. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നത് ഇവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് തരുന്നത് അപ്പം പറയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഫലം പുറപ്പെടുവിക്കുന്നവർ ആകണം. 15 വർഷങ്ങൾക്ക് മുമ്പ് നീ നേടിയതല്ല, ഇന്നലെ എത്ര നേടി, കഴിഞ്ഞ വർഷം എത്ര പ്രൊഡ്യൂസ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, എത്ര ധ്യാനങ്ങൾ നടത്തിയെന്നല്ല, എത്ര പുതിയ ആൾക്കാരെ യേശുവിലേക്ക് കൊണ്ടുവന്നു. ഒരു കാലഘട്ടത്തിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ 30,000 ആൾക്കാർ ഒരുമിച്ച് കൂടിയത്, പ്രിയപ്പെട്ടവർ, അവർ ധ്യാനം കൂടി കടന്നുപോയ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു വിട്ട ആൾക്കാരാണ്. ഹല്ലേലൂയ. 100, 150, 1000, 10,000 പേരായി കൂടി. ഹല്ലേലൂയ. അനേകർ ബസ് വിളിച്ച ആൾക്കാരെ നിറച്ചു കയറ്റി വിട്ടു. അവരെല്ലാവരും മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, പഴയ സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഹല്ലേലൂയ. ഉറപ്രേമ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ മാസം നീ അഭിഷേകം സ്വീകരിക്കണമെങ്കിൽ, ഈ മാസവും നിനക്ക് റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ, ഈ മാസം നിനക്ക് ശമ്പളം മേടിക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ മാസം നീ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ഒരുപക്ഷെ ഒരു 10-60 വർഷമൊക്കെ പണി ചെയ്ത ആൾക്കാർ, നന്നായിട്ട് റിട്ടയർ ചെയ്ത ആൾക്കാർ കുഴപ്പമില്ലായിരിക്കും, നിങ്ങൾക്ക് ചില പെൻഷനൊക്കെ ഉണ്ടാവും. ഹല്ലേലൂയ. അത് ഗവൺമെൻറ് സ്കീമിലാണെങ്കിൽ. ഹല്ലേലൂയ. അത് കർത്താവിൻ്റെ സ്കീമാണ്, എനിക്കറിയില്ല. ഹല്ലേലൂയ. അപ്പോൾ പെൻഷൻ സ്വീകരിക്കുന്നവരോട് എനിക്ക് പരാതിയില്ല. ഹല്ലേലൂയ. ഉറപ്പുറയാമോ? ഹല്ലേലൂയ. എന്നാൽ ചെറുപ്പക്കാരായി ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനുദിനം ആത്മാക്കളെ നേടുവാൻ വിളിക്കപ്പെട്ടവരാണ്. കാരണം ഒരു നിമിഷം പോലും നമുക്ക് പാഴാക്കുവാനായി ഇല്ല. കാരണം നീ പറയുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നീ പറഞ്ഞ് നേടാനിരിക്കുന്ന മുഴുവൻ ആത്മാക്കളുടെയും സ്ഥലം എവിടെയാണ്? പ്രിയപ്പെട്ടവരെ, നാം ചെയ്യുന്ന ശുശ്രൂഷയുടെ സീരിയസ്നെസ് നമ്മൾ തിരിച്ചറിയണം. നാം ഒരാത്മാവിനെ യേശുവിന് വേണ്ടി നേടുമ്പോൾ ഫലത്തിൽ, പ്രിയപ്പെട്ടവരെ, നാം സ്വർഗത്തിൽ ഒരെണ്ണം കൂട്ടുന്നു, നരകത്തിൽ ഒരെണ്ണം കുറയ്ക്കുന്നു. ഹല്ലേലൂയ. നരകത്തിലേക്ക് പോകേണ്ടിയിരുന്ന ഒരുവനെ നേടി സ്വർഗത്തിൽ കയറ്റുന്ന ശുശ്രൂഷയാണ് നാം ചെയ്യുന്നത്. ഹല്ലേലൂയ. സ്നേഹത്തോടെ പറയാമോ? ഹല്ലേലൂയ. പൂർണ്ണ മനസ്സോടെ പറയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഇന്ന് ദൈവം നമ്മോട് പറയുന്നത്, യു ജസ്റ്റ് ഗോ ആൻഡ് പ്രൊഡ്യൂസ് ദ റിസൾട്ട്. പ്രിയപ്പെട്ടവരെ, മിഷൻ പ്രവർത്തനത്തിന് പോകുന്ന കാര്യം പറയുമ്പോൾ, ഇന്ന് ഞാൻ മിഷനുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ടാണ് മിഷനെ കുറിച്ച് പറയുക. ഹല്ലേലൂയ. മിഷൻ പ്രവർത്തനത്തിന് പോകുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ പല ആൾക്കാരും പറയുന്നൊരു കാര്യം, ബ്രദറെ, അതിന് നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് കാരിസംസ് ഒന്നും ഇല്ല. പണ്ടൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇപ്പം അങ്ങോട്ട് വർക്ക് ചെയ്യുന്നില്ല, ഒരു വോൾട്ടേജ് കുറവ്. ഹല്ലേലൂയ. ഉറപ്പ് പറയാമോ? ഹല്ലേലൂയ. ചില ആൾക്കാർ പറയും, ബ്രദറെ, ഭാഷ അറിയണ്ടേ, ഭാഷയില്ലാതെ നമ്മളവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ? ഹല്ലേലൂയ. എപ്പോഴാണ് നമുക്ക് പ്രിയപ്പെട്ടവരെ കാരിസംസ് ആവശ്യമായി വരുന്നത്? പ്രിയപ്പെട്ടവരെ, കരയ്ക്കിരുന്നിട്ട് ആയുധം കിട്ടിയിട്ട് എന്തു ചെയ്യാൻ? കണ്ടത്തിലേക്ക് ഇറങ്ങുന്നവനാണ് എന്തിൻ്റെ ആവശ്യം? ആയിരത്തിൻ്റെ ആവശ്യം. പ്രിയപ്പെട്ടവരെ, ഒരു പർട്ടിക്കുലർ ഗിഫ്റ്റ് കിട്ടിയിട്ട് ശുശ്രൂഷയ്ക്ക് പോകുവാൻ വേണ്ടി ഒരു ഗിഫ്റ്റിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകരറിയാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കണ്ടത്തിലേക്ക് ഇറങ്ങുമ്പം ആവശ്യമായത് തരുവാൻ വിളിച്ചവന് അറിയാം. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം നമുക്ക് പരിചയമായിട്ടുള്ളതാണ്. ഒന്ന് വായിക്കാമോ നിങ്ങൾ? മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ. ബാക്കി വിശ്വസിക്കുന്നവരോട് കൂടെ
ഈ അടയാളങ്ങളുണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായത് എന്തു കുടിച്ചാലും ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് ആരോടാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളെല്ലാവരോടുമാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം ആൾക്കാരങ്ങ് വിഴുങ്ങിക്കളെ. ഹല്ലേലൂയ. അതൊന്ന് തെളിച്ചു വായിക്കാമോ? നിങ്ങൾ പോയി എല്ലാ സൃഷ്ടികളോടും. അതോ കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞേ, നിങ്ങൾ വീട്ടിൽ മുറിയെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്തിരുന്നാൽ മതി, ആൾക്കാർ ലൈനായിട്ട് വീട്ടിലോട്ട് കയറി വരും.